എന്നാൽ പാർട്ടി വിട്ടുപോയവരെല്ലാം തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മുൻ MLA ആയിരുന്ന കാരാട്ട് റസാഖ്. അദ്ദേഹം പരസ്യമായി നേരത്തെ അങ്ങനെ പാർട്ടി വിട്ടുപോയതിന് ക്ഷമ ചോദിച്ചു എന്ന് മാത്രമല്ല, ഇനി അത്തരം ഒരു തെറ്റ് കൊടുവള്ളിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നോമിനേഷൻ സമർപ്പിച്ചത്. സന്തോഷത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു നോമിനേഷൻ സമർപ്പണ വേളയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് എന്നോടൊപ്പമാണ് എന്ന ഒരു സന്തോഷം വ്യക്തിപരമായി ഉണ്ട്. മറ്റൊന്ന് തികഞ്ഞ ആത്മവിശ്വാസം. കാരണം ഇന്നലെ നടന്ന UDFൻ്റെ നിയോജകമണ്ഡലം കൺവെൻഷൻ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര വലിയ ജനപങ്കാളിത്തം. അത് UDF നേതാക്കന്മാർ, പ്രിയപ്പെട്ട അരവിന്ദേട്ടനും ഉമ്മർ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തുറന്ന് സംബന്ധിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ജനങ്ങൾ UDFനെ ജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ഇന്നലത്തെ കൺവെൻഷൻ. അതുപോലെ തന്നെ ഇന്ന് പത്രികാ സമർപ്പണ വേളയിലും അതോടനുബന്ധിച്ചുമൊക്കെ ധാരാളം പ്രവർത്തകർ, UDF പ്രവർത്തകർ മാത്രമല്ല, നേരത്തെ പാർട്ടി വിട്ടുപോയ ആളുകൾ. ഇപ്പോൾ കൊടുവള്ളി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, കൊടുവള്ളിയിൽ UDF പരാജയപ്പെട്ടതൊക്കെ ഒന്നുകിൽ മുന്നണിക്കകത്ത് ഉള്ള ഏതെങ്കിലും വ്യക്തികൾ പാർട്ടി വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ലീഗിൻ്റെ ഏതെങ്കിലും നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പാർട്ടി വിട്ട് മറുചേരിയിൽ ചേരുമ്പോഴാണ്. എന്നാൽ പാർട്ടി വിട്ടുപോയവരെല്ലാം തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മുൻ MLA ആയിരുന്ന കാരാട്ട് റസാഖ്. അദ്ദേഹം പരസ്യമായി നേരത്തെ അങ്ങനെ പാർട്ടി വിട്ടുപോയതിന് ക്ഷമ ചോദിച്ചു എന്ന് മാത്രമല്ല, ഇനി അത്തരം ഒരു തെറ്റ് കൊടുവള്ളിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു. നേരത്തെ ഇടതുപക്ഷം പറഞ്ഞിരുന്നത് ലീഗിൽ നിന്ന് ആരെങ്കിലും വരും, ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ലീഗിൽ നിന്ന് ആരും പോയില്ല എന്ന് മാത്രമല്ല, അവരുടെ മുന്നണിയിലുള്ള ആളുകൾ ഇന്ന് UDFിലേക്ക് തിരിച്ചു വരുന്ന, മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും UDFന് കൊടുവള്ളിയിൽ മികച്ച വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.